തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ധീരനായ മുഖ്യമന്ത്രി എന്ന പേരെടുക്കുകയാണ് രാജ്യത്ത്. കേന്ദ്ര സർക്കാരിനെ ഒരിഞ്ചു പോലും വിടാതെ പിടിമുറുക്കുകയാണ് അദ്ദേഹം. തമിഴ്നാടിന് സ്വയംഭരണ അവകാശം പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുന്നു സ്റ്റാലിൻ. ഇത് സംബന്ധിച്ചുള്ള പ്രമേയം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സ്വയംഭരണാവകാശത്തിനുള്ള വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും അത് ശുപാർശ ചെയ്യാൻ ഉന്നതതല സമിതിയെയും തമിഴ്നാട് സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല സമിതി പ്രവർത്തിക്കുക. ഗവർണർ R.N. രവിയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് സ്റ്റാലിൻ്റെ ഈ പുതിയ നീക്കം നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ കവരുന്നതിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമിതി 2026 ജനുവരിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കുമെന്നും M.K. സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പിതാവ് കൂടിയായ K. കരുണാനിധിയും 1974 സ്വയംഭരണാവകാശം സംബന്ധിച്ച പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് M.K. സ്റ്റാലിനും ഇപ്പോൾ നീക്കം നടത്തുന്നത്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് പിൻവലിക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി. വിരമിച്ച ഉദ്യോഗസ്ഥരായ അശോക് ഷെട്ടി, M. നാഗരാജൻ എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായിട്ട് ഉള്ളത്. 2028 ഈ കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന ആവശ്യമോ എന്നതടക്കം ഈ കമ്മീഷന്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളാണ്. 2026 ജനുവരിയിൽ കമ്മീഷൻ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു സമഗ്രമായ പരിശോധനയാണ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശത്തിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമെങ്കിൽ അത് നിർദ്ദേശിക്കണമെന്നും കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റാലിൻ. അങ്ങനെ സ്റ്റാലിനും ഗവർണർ R.N. രവിയും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെയാണ് സുപ്രധാനമായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.